അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അള്ളാഹിൻ്റെ കലാമായിട്ടുള്ള ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് കൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് പെട്ടെന്ന് സഫലമായതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമുക്കെല്ലാവർക്കും പല കാര്യങ്ങളും ഉണ്ടാകും, പല വിഷമങ്ങളും പല ദുഃഖങ്ങളും ഉണ്ടാകും. അത് ഓരോ ആളുകൾക്കും പല രീതിയിലായിരിക്കും. ഒരാളുടെ ദുഃഖം ആയിരിക്കില്ല മറ്റൊരാളുടേത്, അതുപോലെ ഒരാളുടെ സന്തോഷവും മനസ്സമാധാനവും ആയിരിക്കില്ല മറ്റൊരാൾക്കുണ്ടാവുന്നത്. അപ്പം എല്ലാ ആളുകൾക്കും പല പല കാര്യങ്ങളും ആവശ്യങ്ങളും മുറാദുകളും ഉണ്ടായിരിക്കും. അതൊക്കെ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് പഠിച്ചവനോട് ഏത് സമയത്തും നമ്മളെല്ലാവരും ദുആ ചെയ്യുന്ന ആളുകളുമാണ്. അപ്പോൾ എത്ര ഇടങ്ങേറും വിഷമവും ഉള്ള കാര്യമാണെങ്കിലും, ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടാതെ അതിൻ്റെ പേരിൽ വിഷമിച്ച് കണ്ണീരൊഴുക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ഒരു ഇൽമ് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യമാണ്, ഈ ഒരു കാര്യം നിങ്ങൾ എന്താണോ നിയത്തി ചെയ്തത് ആ ഒരു കാര്യം അല്ലാഹു തആല നിങ്ങൾക്ക് നടത്തി തരും. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു അനുഭവം, ഞാൻ അത്രമേൽ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു കാര്യമുണ്ടായിരുന്നു. എനിക്ക് നടന്നു കിട്ടും എന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. അതിന് നടക്കാൻ പോകില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞിട്ടുള്ളൊരു കേസാണത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നും റബ്ബിനോട് ദുആ ചെയ്യാറുമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഈ ആഗ്രഹം നടന്നു കിട്ടിയത് വളരെ പെട്ടെന്നാണ്. വളരെ പെട്ടെന്ന് ഞാൻ ആത്മാർത്ഥതയോട് കൂടിയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് ഈ പറഞ്ഞു തരുന്നത്. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് 12,000 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുക, സൂറത്ത് ഇഖ്ലാസ്. അപ്പോൾ കുറച്ച് സമയമെടുക്കും, അത്രയും വട്ടം നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതി തീർക്കാൻ കുറച്ച് സമയമെടുക്കും. എന്നാലും നമ്മുടെ കാര്യം നമുക്ക് നടന്ന് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുന്നത്. ആ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം. ഇത് ഓതി തീരുമ്പോഴേക്കും നമ്മുടെ ആഗ്രഹം റബ്ബ് നടത്തി തരണേ എന്ന ഒരു പ്രാർത്ഥന നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അപ്പം ഇത് ഓതുന്നതിൻ്റെ ഇടയിൽ വേറുള്ളവരോട് വർത്തമാനം പറയുക, വേറുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടല്ലോ, അതൊക്കെ മാറ്റി വെക്കണം കേട്ടോ. ഇത് ഓതാനിരുന്നിട്ടുണ്ടെങ്കിൽ ഒരേ ഇരിപ്പിൽ തന്നെ ഒരാളെ കൊണ്ടും 12,000 ഓതി തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയമെടുത്ത് ചെയ്യാവുന്നതാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ ചില ആളുകൾക്കത് ഓതി തീർക്കാൻ പറ്റുന്നുണ്ടാകും. ചില ആളുകൾക്ക് ഒരു ദിവസം കൊണ്ടൊന്നും 12,000 വട്ടം സൂറത്ത് ഇഖ്ലാസ് ഓതി തീർക്കാൻ സാധിക്കണം എന്നില്ല. അങ്ങനത്തെ ആളുകൾക്ക് 2-3 ദിവസത്തിനുള്ളിലൊക്കെ അത് ഓതി തീർത്താൽ മതി. പക്ഷേ നിങ്ങൾ ആ ഒരു നിയ്യത്ത് വെച്ചുകൊണ്ട് നിങ്ങളത് ഓതി തുടങ്ങുക. അപ്പം നിങ്ങളൊരു ഇന്നൊരു 3000 ഞാൻ ഇന്ന് ഓതി തീർക്കുമെന്ന ഉറച്ച ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. അങ്ങനെ നിങ്ങൾ ഓതാൻ അങ്ങോട്ട് ഇരുന്നതിന് ശേഷം അതിൻ്റെ ഇടയിൽ വേറെ മറ്റുള്ള വീട്ടിലുള്ള കാര്യങ്ങൾ, നാട്ടിലുള്ള കാര്യങ്ങൾ, കുടുംബക്കാര്യങ്ങൾ, അതൊക്കെ സംസാരിച്ച് ഇരിക്കുക, എന്നിട്ട് ബാക്കി ഓതുക, അങ്ങനൊന്നും പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായാൽ പിന്നെ നിങ്ങൾ ആ ഒരു ഓതൽ മാത്രം, സൂറത്ത് ഇഖ്ലാസ് ഓതുന്നതിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നൊരു 1000 നിങ്ങൾ ഓതാൻ വിചാരിച്ചിട്ടുള്ളൂ, അത്രേ നിങ്ങളെ കൊണ്ട് കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു 1000 ഓതി തീരുന്നത് വരെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പോകരുത്. അപ്പോൾ അങ്ങനെ ഒരു ടൈം ടേബിൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലുണ്ടാക്കി വെക്കുക. അപ്പോൾ 12,000 സൂറത്ത് ഇഖ്ലാസ് ഇപ്പോൾ 12 ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റുന്നത്. ഓരോ ദിവസം 1000 വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ
ഒക്കെ ചെയ്യുക. അപ്പോൾ ഒറ്റ ഇരിപ്പിലിരുന്നുകൊണ്ട് തന്നെ ചൊല്ലി തീർക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചെയ്തിട്ടുള്ളത് ഓരോ ദിവസവും ഇതുപോലെ 1000 വെച്ചിട്ടാണ്. ചില ആളുകൾക്ക് അതിനേക്കാളും ചെല്ലാനുള്ള സമയം കിട്ടുന്നുണ്ടാകും, ഓതി തീർക്കാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ കഴിയുന്ന ദിവസങ്ങൾ കൊണ്ട് നിങ്ങളത് ഓതി തീർക്കണം. അപ്പം എന്താണ് അതിനിടക്ക് തന്നെ അപ്പം എൻ്റെ ഒരു അനുഭവം ഉണ്ടായത്, ഈ 12,000 ഞാൻ മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ആഗ്രഹം എനിക്ക് നടന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ചെല്ലുന്നതിലാണ്, നമ്മൾ നല്ല തഖ്വയോട് കൂടിയിട്ട് നമ്മൾ ചൊല്ലണം. നമ്മൾ ഓതുന്നത് നല്ല മനസ്സറിഞ്ഞു കൊണ്ടായിരിക്കണം ഓതുന്നത്. നമ്മുടെ ആഗ്രഹം റബ്ബ് നമുക്ക് നടത്തി തരണേ എന്ന ഒരു പ്രാർത്ഥന നമ്മളെ മനസ്സിൽ എപ്പോഴും വേണം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ഓതുന്നത്. അള്ളാഹിനോട് നമ്മൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം നമ്മുടെ ആ കാര്യം നടന്ന് കിട്ടാൻ. അത് ചില ആളുകൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പല ആളുകൾക്കും പല കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ മക്കളെ കെട്ടിക്കാനുണ്ടാവും, മക്കളെ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളുണ്ടാവും, രോഗം കൊണ്ട് ഇടങ്ങേറാകുന്ന ആളുകളുണ്ടാകും. അങ്ങനെ പല പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മുറാദുകളും ആയിരിക്കും ഓരോ ആളുകൾക്കുള്ളത്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് നിയ്യത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായിട്ടുള്ള മുറാദുകളും നമുക്ക് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.